അപ്പനിതവിടെ പോന്നു. അപ്പ 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 നിക്ക്. അപ്പനിതവിടേക്ക് പറയാതെ പോയത്. എന്തെങ്കിലും വാങ്ങാനായിരിക്കും. അപ്പനെന്തോ ആവശ്യമായിട്ട് പോയി ചേച്ചി. എന്താ ചേച്ചി, എന്തു പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? വായിച്ചി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ആ, ട്രെയിൻ ഒന്ന് രണ്ടിടത്ത് പിടിച്ചിട്ടതുകൊണ്ട് കുറച്ച് സമയം പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ എത്തിയാനെ. ഇന്നത്തെ നിർമാല്യം തൊഴാന്ന് കരുതിയതാ, അത് നടന്നില്ല. സാരമില്ല, അതിപ്പോ നാളെ ആവാലോ. വരൂ സാർ, വരും മാഡം. കയറിക്കും മാഡം. മുരളിയേട്ടാ, ആ ലഗേജ് എടുത്തൊന്ന് റൂമിലേക്ക് വെച്ചോളൂ. ശരി സാർ, ഓക്കെ. സാറേ. ആ, മുരളിയേട്ടാ. എന്താ സാറേ? ദേവൂട്ടി പിന്നെ കണ്ടിരുന്നോ? ഇല്ല സാർ, ആ കുട്ടി ഇപ്പോ ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള ഒരു സത്രത്തിലാണ് താമസിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ഓ, നമ്മുടെ വിദ്യാമ്മയില്ലേ, അവരുടെ കൂടെ. ഓ, അത് ശരി. അത് ക്ഷേത്രത്തിനടുത്ത് തന്നെയാണോ? അതെ സാർ. എന്താ, എന്തു പറ്റി? ഏയ്, ചോദിച്ചെന്നേ ഉള്ളൂ. ആ, അല്ല, എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. ഇപ്പൊ കൊണ്ടുവരാം സാർ. മോളെ, അച്ഛനൊന്ന് ക്ഷേത്രത്തിൽ പോയി ദേവി തൊഴുതു വരാം. കുറച്ച് ദിവസമായില്ലേ പോയിട്ട്. എനിക്ക് അമ്മയെ തൊഴണമെന്നുണ്ട്, പക്ഷെ പുറത്തെങ്ങും പോരുതെന്നല്ലേ ഡോക്ടറുകൾ പറഞ്ഞിരിക്കുന്നത്. അതെ മോളെ, ഇനി ഡോക്ടറുകൾ വരുമ്പോ ഒരു ദിവസം അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോയിക്കോട്ടെ എന്ന് മോള് ചോദിക്കണം. അപ്പൊ മോക്ക് ഭേദമായെങ്കിൽ ഡോക്ടറുകൾ സമ്മതിക്കുമല്ലോ. ഇനി ഡോക്ടറുകൾ വരുമ്പോ ചോദിക്കാച്ചാ, അങ്കിള് ഉറപ്പായിട്ട് സമ്മതിക്കും. മോള് പുറത്തെങ്ങും പോവല്ലേ, ഈ മുറിയിൽ തന്നെ ഇരിക്കണം കേട്ടോ. തനിച്ചിരിക്കാൻ മോക്ക് പേടിയൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ, ഞാൻ പഞ്ചാക്ഷരി ജപിച്ചിരുന്നോളാം. അച്ഛൻ വേഗം പോയിട്ട് വന്നാ മതി. അമ്മേ ദേവി, എന്റെ കുഞ്ഞിന് കൂട്ടായിരിക്കണേ. അച്ഛൻ വേഗം വരാട്ടോ. ശിവായ, ഓം നമ 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 ശിവായ. ആ, ദേവി ചേച്ചി എത്തി.